ചിൽഡ്രൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 2 ആണ്. എന്താണ്? ഫ്രം ഹണ്ടിങ് ഗാദറിങ് ടു ഗ്രോയിങ് ഫുഡ്. അപ്പം നമ്മൾ പറഞ്ഞു, നേരത്തെ ഇതിൽ പറഞ്ഞു, ആൾക്കാരിങ്ങനെ ഒരു പ്ലേസിലും കോൺസ്റ്റൻ്റ് ആയിട്ട് അവർ താമസിക്കുന്നില്ല അല്ലേ? എവിടെ അവർ സ്ഥിരതാമസമല്ലേ, അവരെങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ആൾക്കാരിങ്ങനെ നടക്കണമെന്ന് മനസ്സിലായോ? നമ്മൾ ഏർലിയസ്റ്റ് പീപ്പിളിനെ എപ്പോഴും എന്താ വിളിക്കുക? ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ്. അതായത് അവരിങ്ങനെ ഹണ്ട് ചെയ്യും, പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് അവർക്ക് എന്തൊക്കെ ഫ്രൂട്ട്സോ എന്തൊക്കെ കിട്ടും അതിനെയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് അങ്ങനെയാണ് അവരുടെ യാത്ര. അപ്പോൾ അവരെപ്പോഴും എവിടെയാണ്? നമ്മുടെ മെയിനായിട്ട് റിവർ ബാങ്ക്സിലും ഒക്കെയാണ്, ലേക്സിൻ്റെ റിവേഴ്സിൻ്റെ ഒക്കെ ബാങ്ക്സിൽ തീരത്താണ് താമസിക്കുക. കാരണം എന്താ? വെള്ളം ഒരു ആവശ്യ ഘടകമായതുകൊണ്ട് അവരെ അവിടെയാണ് താമസിക്കാൻ പ്രിഫർ ചെയ്യണത്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ അതാണ് ഒരു ഇത്. അപ്പോൾ പിന്നെ എന്താ പറയണത്? നമ്മളെ ഹണ്ടേഴ്സ് ഗ്യാദേഴ്സിൽ അവരെന്തുകൊണ്ട് ഇങ്ങനെ സ്ഥലം മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഒരു സ്ഥലത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് അവർ സ്റ്റേ ചെയ്യാത്തത് എന്നുള്ളതിന് കുറേ റീസൺസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് അവർ ഹണ്ട് ചെയ്തിട്ടാണ് അവരുടെ ഭക്ഷണ രീതി. അപ്പോൾ ഹണ്ട് ചെയ്യുന്ന അനിമൽസ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാട്ടിൽ ഒരു സ്ഥലത്ത് അവരും ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്നില്ല. അപ്പോൾ ഈ ആൾക്കാരും അവരുടെ പിന്നാലെ അവരെ സെർച്ച് ചെയ്ത് അവരെ ഹണ്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവർ പ്ലേസസ് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു റീസൺ. പിന്നത്തെ റീസൺ, പ്ലാന്റ്സ് ആൻഡ് ട്രീസ് എന്നുള്ള ഫ്രൂട്ട്സാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ അത് സീസൺ വൈസാണ് അല്ലേ? അപ്പോൾ ഒരു സീസണിൽ ഒരു ഭാഗത്തെ ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീസൺ ആകുമ്പോഴേക്കും അത് കഴിഞ്ഞു. അപ്പോൾ അവർക്ക് വേറെ സ്ഥലത്തേക്ക് പോയാലേ ഫ്രൂട്ട്സും ഇതൊക്കെ കഴിക്കാൻ കിട്ടുള്ളൂ. പിന്നെ വേറെ റീസൺ പറഞ്ഞത്, റിവേഴ്സും ലേക്സൊക്കെ ഡ്രൈ സീസൺ ആകുമ്പോൾ കുറേ വറ്റി വരുന്ന സമയത്ത് എന്താവും? അവർക്ക് എവിടുന്ന വെള്ളം കിട്ടുക? അപ്പോൾ അവർ വീണ്ടും വെള്ളം അന്വേഷിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കിയോളജിസ്റ്റാണ് ഇതൊക്കെ കണ്ടുപിടിക്കണം. ഇവരുപയോഗിച്ച താമസിച്ച സ്ഥലത്ത് പോയിട്ട്, കേവ്സിലാണല്ലോ പണ്ട് മനുഷ്യർ താമസിച്ചിട്ടുണ്ടായിരുന്നത്, അവിടെ പോയിട്ട് ഒക്കെ മണ്ണിൽ നിന്നൊക്കെ ഡിഗ് ചെയ്ത് അവസാനം അവിടുന്ന് ടൂൾസ് കാണും. അവർ യൂസ് ചെയ്ത വുഡ്, ബോൺ, പിന്നെ വെസൽസ്, ചിലപ്പോൾ ബറിയൽസ്, അതൊക്കെ കാണും. അതിൽ നിന്നൊക്കെയാണ് അവരിത് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ഏർലിയസ്റ്റ് പീപ്പിൾ, അവരെയാണ് നമ്മൾ ഹണ്ടർ ഗ്യാദേഴ്സ് എന്ന് പറയണത്. പീപ്പിൾ ഹു ലിവ്ഡ് ഇൻ സബ് കോണ്ടിനെൻറ്റ് ആർ കോൾഡ് ഹണ്ടർ ആൻഡ് ഗ്യാദറേഴ്സ് because they hunted wild animals, gathered fruits, roots, etc. So that is what they hunted wild animals, gathered fruits, പിന്നെ roots, etc. ഇതൊക്കെയായിരുന്നു അവരുടെ ഭക്ഷണം. They moved from place to place. Now let us see what are the reasons why they moved from one place to another. If they stayed at one place for long period, they would have eaten up all the available plants and animal resources. So when animals move from one place to another in search of prey, people who hunted them had to follow their movement. Then the third point is, plants and trees bear fruit in different seasons. So people have moved from season to season in search of different kinds of plants. Now next point comes about our water resource. That is, many rivers and lakes are perennial. Perennial എന്ന് പറഞ്ഞാൽ ഡ്രൈ സീസണിലത് വറ്റും, സമ്മർ സീസണൊക്കെ ആകുമ്പോൾ. ആൻഡ് പെരിനിയൽ പറയുമ്പം അത് എപ്പോഴും വെള്ളം ഉണ്ടാവും. പക്ഷെ ചിലത് സീസണൽ റിവേഴ്സാണ്. അതേഴ്സ് ആർ സീസണൽ റിവേഴ്സ്. അത് ആ സീസണിലുണ്ടാവും, പിന്നെ അതങ്ങനെ വറ്റി പോവും. ഓക്കെ. So people living on their banks had to go in search of water during dry seasons. Now, archaeologists have found tools used by the earliest people. People made and used tools of stone, wood and bone. Now let us see what are the uses of tools. Okay. It is used to cut meat and bone, used to scrape bark and hides, used to make spears,
and arrows for hunting, used to chop wood and used as a firewood. Next, wood was also used to make huts and tools. അപ്പോൾ ഈ മരം കൊണ്ട് അവർ ചെറിയ ചെറിയ വീടുകൾ, ഹട്ട്സും ടൂൾസൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി നമ്മൾ പറഞ്ഞു ഈ ആർക്കിയോളജിസ്റ്റ് ഓരോ സൈറ്റ്സിൽ പോയിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ ഇനി നോക്കേണ്ടത് നമ്മൾ എന്താണ് സൈറ്റ്സ്. സോ വാട്ട് ആർ സൈറ്റ്സ്? ദീസ് ആർ പ്ലേസസ് വേർ ദ റിമെയിൻസ് ഓഫ് തിങ്സ് വേർ ഫൗണ്ട്. ദീസ്, ഇവിടെ ദീസ് പറയുന്നത് tools, pots, buildings, etc. were made and used and left behind by people. These may be found on the surface of the earth. ചിലപ്പോൾ അത് സർഫസിൽ കാണാം, ചിലപ്പോൾ ബറീഡ് അണ്ടർ ദ എർത്ത് ഓർ സംടൈംസ് ഈവൻ അണ്ടർ വാട്ടർ, ചിലപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലും കാണാം. നൗ അങ്ങനെ അവർ കല്ലൊക്കെ ഉരച്ച് വുഡ് കൊണ്ട് ഫയർ വുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ തീ കണ്ടുപിടിച്ചു. ഇനി എന്തൊക്കെ തീയുടെ ഉപയോഗം നോക്കാം. യൂസസ് ഓഫ് ഫയർ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ലൈറ്റ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റോസ്റ്റ് മീറ്റ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സ്കെയർ എവേ അനിമൽസ്. അപ്പോൾ ഒന്ന് അവർക്ക് അതൊരു പ്രകാശമായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. പിന്നെ എന്താണ്, അവർ ഹണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന മീറ്റിനെ അതിൽ റോസ്റ്റ് ചെയ്തിട്ട് പാകം ചെയ്തിട്ട് കഴിക്കാൻ പഠിച്ചു. അങ്ങനെ മനുഷ്യൻ മീറ്റൊക്കെ പാകം ചെയ്ത് കഴിക്കാൻ പഠിച്ചു. പിന്നെ അതുകൊണ്ട് എന്താ ഇനിയൊരു ഉപയോഗം ഉണ്ടായത്, രാത്രി ഉറങ്ങുന്ന സമയത്ത് വൈൽഡ് അനിമൽസൊക്കെ ഇവരെ പിടിക്കാൻ വരുമ്പോൾ ഈ തീ കാണുമ്പോൾ അനിമൽസിന് പേടിയാണ്, അവർ ആ ഭാഗത്തേക്ക് വരില്ല. അപ്പോൾ അനിമൽസിനെ പേടിപ്പിക്കാനായിട്ടും അവർക്ക് തീയുടെ ഉപയോഗം ഉണ്ടായി, ഫയറിൻ്റെ. നൗ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ കാലഘട്ടത്തിലും എൻവയോൺമെൻറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. സോ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് എന്തൊക്കെയായിരുന്നു നോക്കാം. ഫസ്റ്റ്, മേജർ ചേഞ്ചസ് ഇൻ ദ ക്ലൈമറ്റിക് കണ്ടീഷൻ. ക്ലൈമറ്റിലാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ചേഞ്ച് വന്നത്. അപ്പോൾ അത് എന്തിനു ഇതായി? ദിസ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രാസ് ലാൻഡ്സ്. അപ്പോൾ ക്ലൈമറ്റിക് ചേഞ്ച് ഒക്കെ മാറി മഴയൊക്കെ വന്നതായപ്പോൾ മെല്ലെ പുല്ലൊക്കെ മുളച്ച് അവിടെയൊക്കെ ഗ്രാസ് ലാൻഡ്സ് ആയി. അപ്പോൾ നിറച്ചും പുല്ലൊക്കെ മുളച്ച് ഗ്രാസ് ലാൻഡ്സ് ഒക്കെ ആയപ്പോൾ ഇവരെന്ത് ചെയ്തു? ദിസ് ലെഡ് ടു ഇൻക്രീസ് ഓഫ് ഗോട്ട്, കാറ്റിൽ, ഷീപ്പ് എക്സെട്ര. നിറച്ചും ആടുകളും പശുക്കളും ചെമ്മരിയാടുകളൊക്കെ വളരാൻ അല്ലേ. അവരെന്താണ്, ആ സമയത്ത് അല്ലേ അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തായി, അനിമൽസ് പ്രസവിച്ച് ബ്രീഡിങ് വന്ന് അവരുടെ സീസണിൽ ബ്രീഡിങ് നടത്തിയിട്ട് അത് പെരുകാൻ തുടങ്ങി. അങ്ങനെ പെരുകാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അത് അനദർ സോഴ്സ് ഓഫ് ഫുഡായി എന്നാണ് പറയണത്. ഓക്കെ, സോ പീപ്പിൾ ലേൺഡ് അബൌട്ട് ദെയർ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ദെയർ റെയറിങ്, their food habits and their breeding seasons, which led to herding and rearing of these animals. അങ്ങനെ അവർ ഈ അനിമൽസിനെയൊക്കെ വളർത്താൻ തുടങ്ങി. അതേസമയം അവർ വേറൊന്നുകൂടി സ്റ്റാർട്ട് ചെയ്തു. എന്താണ്? ഫിഷിങ്ങും ആ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഇതായിരുന്നു, അവരെ വരുമാന മാർഗമായിരുന്നു. വരുമാനം എന്ന് പറഞ്ഞാൽ അവർ ഫിഷിനെയും ഹണ്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ജസ്റ്റ് ലിസൺ ടു ദ നോട്ട്സ് അല്ലേ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഓക്കെ, അപ്പോൾ ഈ എടുത്ത പോർഷൻ വരെയുള്ള ഹെഡിങ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കും ഒന്ന് വായിച്ചോളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ചിൽഡ്രൻ.